തൃക്കാക്കരയിൽ അടുത്ത സാമ്പത്തിക വർഷം നടപ്പാക്കാനുള്ള 145 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് നഗരസഭാ വികസന സെമിനാർ രൂപം നൽകി. നമുക്ക് ഇനി തൃക്കാക്കരയ്ക്ക് വേണ്ടി എന്ത് ചെയ്യണം, എന്ത് പോരായ്മയുണ്ട് ആ കരട് പദ്ധതി രേഖയിൽ എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 43 വാർഡിൽ നിന്നും പ്രവർത്തകരെ ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ ഒരു ഏരിയയിലെ മാത്രം വികസനമല്ല നിങ്ങൾ ലക്ഷ്യമിട്ട് ഇവിടെ സംസാരിക്കേണ്ടത്. 43 വാർഡിനെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തൃക്കാക്കരയുടെ സമഗ്ര വികസനം അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. നമ്മൾ പറയുമ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത റോഡ് അല്ലെങ്കിൽ ആ തോട് അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ പറയുക. അതല്ല വേണ്ടത്. തൃക്കാക്കരയ്ക്ക് ഒരു 5 വർഷത്തേക്ക് എന്ത് വികസന പദ്ധതി വേണം, അത് നമ്മൾ എന്ത് ചെയ്യണം, അതിനുള്ളൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് നമ്മൾ ഇന്ന് ഗ്രൂപ്പ് തിരിഞ്ഞ് ഇവിടെ ചർച്ച നടക്കും. ആ ചർച്ചയിലൂടെ നിങ്ങളുടെ മനസ്സിലെ നല്ല നല്ല ആശയങ്ങൾ ഉരുത്തിരിഞ്ഞ് വരട്ടെ. അതിന് നിങ്ങളെ എല്ലാവരെയും സജ്ജമാക്കി ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും അതിനുവേണ്ടി തയ്യാറാകണം. കേരളത്തിൽ വെച്ച് ഏറ്റവും അധികം ആളുകൾ തിങ്ങി വിങ്ങി പാർക്കുന്ന ഫ്ലാറ്റുകൾ നമ്മൾക്ക് തൃക്കാക്കരയിലാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി കുടിവെള്ള പദ്ധതികളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഏറ്റവും നന്നായിട്ട് നമുക്ക് ഏത് രീതിയിൽ ഇത് പ്രവർത്തിക്കാനാവും എന്നുള്ളത് നന്നായിട്ട് ആലോചിച്ച് ഓരോരുത്തരുടെയും അഭിപ്രായങ്ങളൊക്കെ സമന്വയിപ്പിച്ച് ഏറ്റവും നന്നായിട്ട് അടുത്ത 24-25 പദ്ധതികൾ രൂപീകൃതമാവട്ടെ. വീർപ്പ് മുട്ടുന്നത് ഗതാഗത പ്രശ്നത്തിലാണ്. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ സിറ്റി വരെ ഗതാഗത കുരുക്കിലാണ്. അതിന് പരിഹാരം ഉണ്ടാക്കുന്നതിനും എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ചേരണം. അതിനർത്ഥം കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും മുനിസിപ്പാലിറ്റിയും ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ തൃക്കാക്കരയുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാവൂ. അതിന് നിർഭാഗ്യവശാൽ കഴിയുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ആ സാഹചര്യമാണ് മാറേണ്ടത്. അപേക്ഷ അയക്കുന്നത് ഓൺലൈനായിട്ട് അയക്കാം. നമുക്ക് ട്രാക്ക് ചെയ്യാം എവിടെയാണ് പെൻഡിങ്, എവിടെയാണെന്ന് അറിയാൻ പറ്റും. അതുമാത്രമല്ല അത് സൂപ്പർവൈസ് ചെയ്യാനും സെക്രട്ടറിക്കും മറ്റ് സൂപ്പർവൈസിംഗ് കക്ഷിക്കും കഴിയും. ഇതിപ്പോൾ ഒരു മാനുവൽ ഫയൽ കൊടുക്കുമ്പോൾ അത് ആരുടെ കയ്യിലാണ് എവിടെയാണോ നമുക്ക് കണ്ടെത്താൻ പറ്റും. ആ ഡിലേ വന്ന് എവിടെയാണെന്ന് അറിയാൻ പറ്റും. അതുമാത്രമല്ല ഒരു ഫയൽ ആ പ്രിസ്ക്രൈബ്ഡ് ടൈമിനുള്ളിൽ ഡിസ്പോസ് ചെയ്തില്ലെങ്കിൽ ഡിലേഡ് ഫയലായിട്ട് നമുക്ക് വരും. അപ്പോൾ അത് ഡയറക്ടറേറ്റും മിനിസ്റ്റർക്കും ഡിക്കും സെക്രട്ടറിക്കും ഒക്കെ കാണാൻ പറ്റും. ഡിലേഡ് ഫയൽ സെപ്പറേറ്റ് ആയിട്ട് കാണും. അപ്പോൾ ഈ ഓൺലൈൻ സംവിധാനമാണ് ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരു പരിധി വരെ. നമ്മുടെ വ്യവസായ രംഗത്തേക്ക് കുതിച്ച് കേരളത്തിലെ തന്നെ ഒരു വ്യവസായ നഗരമായി മാറി. അതിൻ്റെ കാരണം NGO ക്വാർട്ടേഴ്സിൻ്റെ വരവ്, നമ്മുടെ കളക്ട്രേറ്റിൻ്റെ വരവ്, വ്യവസായ മേഖലയുടെ വരവ്, അതേപോലെ തന്നെ നമ്മുടെ ഇൻഫോ പാർക്ക്, അങ്ങനെ IT നഗരമായും പ്രഖ്യാപിക്കപ്പെട്ടു. ഈ രീതിയിൽ വരുമ്പോൾ നമ്മുടെ ഓരോ സാമ്പത്തിക വർഷവും നമ്മുടെ ഫണ്ട് വിതരണവും കാര്യങ്ങളും നമ്മൾ വിശകലനം ചെയ്തത് 4 രീതിയിൽ തരംതിരിച്ചാണ്. അപ്പോൾ അതിൽ ഉൽപ്പാദന മേഖലയിൽ വളരെ സമ്പുഷ്ടമായിരുന്ന തൃക്കാക്കര അങ്ങനെ വ്യവസായ മേഖലയിലും അതേപോലെ IT നഗരവുമായി മാറിയതോടുകൂടി നമ്മുടെ കാർഷിക രംഗത്തും മൃഗസംരക്ഷണ രംഗത്തും നമ്മൾ കുറച്ച് പിന്നോക്കം പോകുന്ന ഒരവസ്ഥയിലേക്ക് പോയി. അപ്പോൾ നമ്മുടെ നാടിനുണ്ടായ ആ വികസനത്തിൻ്റെ ഭാഗമായാണ് അത് സംഭവിച്ചത്. എന്നിരുന്നാലും നമ്മൾ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇന്നത്തെ നമ്മുടെ ചർച്ചകളിൽ നഗരവൽക്കരിക്കപ്പെട്ട ഒരു തൃക്കാക്കരയ്ക്ക് വേണ്ടിയുള്ള ഒരു കാർഷിക മേഖലയെ തന്നെ നമ്മളിവിടെ സംജാതമാക്കണം. അതുപോലെ കുടിവെള്ള പ്രശ്നമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് മാലിന്യ പ്രശ്നമാണ്. മാലിന്യത്തിന് വേണ്ടി നമ്മൾ പല രീതിയിലുള്ള മാർഗങ്ങൾ, ഉറവിട മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് സർക്കാരിൻ്റെ നയം. അതിനുവേണ്ടി നമ്മൾ ബയോബിന്നുകൾ ഉൾപ്പെടെ പല വിധത്തിലും നമ്മളിവിടെ വിതരണം ചെയ്തു കഴിഞ്ഞു. 9000-ഓളം ബയോബിന്നുകൾ നമ്മൾ വിതരണം ചെയ്തു കഴിഞ്ഞു. പക്ഷേ അതുകൊണ്ടൊന്നും നമ്മുടെ മാലിന്യ സംസ്കരണം പൂർണ്ണമാവുന്നില്ല. അതിന് ഓരോ വാർഡിലും തുമ്പൂർമൊഴി മോഡല് അല്ലെങ്കിൽ ഓരോ വാർഡിലും സ്ഥലമുള്ളിടത്ത് ചെറിയ തരത്തിലുള്ള പ്ലാന്റുകൾ സ്ഥാപിക്കുക. നമ്മൾ വലിയ പ്ലാന്റ് സ്ഥാപിക്കാൻ ചെല്ലുമ്പോൾ അവിടെ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ പറഞ്ഞ് പല വാർഡുകളിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പം നമ്മൾ സ്വന്തമായിട്ട് ഓരോ വാർഡുകളിലും സ്ഥലമുള്ളിടത്ത് പരീക്ഷിച്ച് ഇത് നമുക്ക് ആർക്കും ഒരു ഉപദ്രവകരമല്ല എന്ന് തെളിയിച്ചു കൊടുക്കുന്ന രീതിയിലേക്ക് അത് ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഒരു വാർഡിൽ 500 വീടുകളുണ്ട്. 500 വീടിനെ മോണിറ്റർ ചെയ്യാനായിട്ട് ഒരു ടെക്നീഷ്യനെ നിയമിക്കാൻ നോക്കിയേ. അപ്പോഴും ഒരു മാസത്തേക്ക് ഒരു 15,000-20,000 രൂപ ശമ്പളം കൊടുക്കേണ്ടി വരും ഈ മോഡലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന വാർഡിന്. ഈ 20,000 രൂപ മുടക്കുമ്പം ഇപ്പൊ എത്ര ടണ്ണാണ് ഒരു മാസം നമുക്ക് പുറത്തേക്ക് വിറ്റ് കാശ് ചെലവാവണമെന്നുള്ള കണക്ക് പറഞ്ഞല്ലോ. കോടിക്കണക്കിന് രൂപ ചെലവായിക്കൊണ്ടിരിക്കുക. അതിന്റെ പ്രൊപ്പോർഷണലായിട്ട് ഒരു വാർഡിൽ ചെലവാണ് കാശ് നമുക്ക് കൃത്യമായ കണക്കുണ്ട്. 6 മാസം കൊണ്ട് റിസൾട്ട് വരും. 6 മാസം കൊണ്ട് റിസൾട്ട് വരും. ഗവൺമെന്റ് വലിയൊരു
മാറ്റം ഉണ്ടാക്കാൻ പറ്റും, വലിയൊരു സേവിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഒരു കിലോയ്ക്ക് 4 രൂപ കൊടുക്കണേ. അപ്പോൾ ഒരു 1000 കിലോ ഒരു വാർഡിൽ ജനറേറ്റ് ഉണ്ട്. ഇപ്പൊ 1000 കൂടുതലുണ്ടല്ലോ. 9 ടണ്ണാണ്. അപ്പൊ പ്രൊപ്പോർഷണൽ ആയിട്ട് വെറും 1000 കിലോ അല്ല. അപ്പൊ അതിലാണ് നമ്മൾ കൊടുക്കേണ്ട ഫോക്കസ്. ഇത് നല്ല, അതൊക്കെ ആ കാലം കഴിഞ്ഞു. ഇനി പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക, ഈ നമ്മുടെ എടുക്കുന്ന ഇത്രയും ടൺ ഓഫ് വേസ്റ്റ് കയറി പോകണുണ്ടല്ലോ, ഇതെന്താ ചെയ്യണേ നമ്മൾ അന്വേഷിക്കണം. അന്വേഷിക്കണ്ടോ? നമ്മുടെ എടുക്കുന്ന ഇപ്പൊ ഇത്ര ടണ്ണ് വേസ്റ്റ് കയറി പോകണം, നമ്മൾ വിലയ്ക്ക് സന്തോഷത്തോടെ കൊടുത്തു വിടുവാണ്. ഇവരിത് എന്ത് ചെയ്യണം? നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങളുടെ ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമല്ല ഇത്. എവിടെയാണ് കൊണ്ടുപോകണേ, എങ്ങനെയാണ് സംസ്കരിക്കുന്നത്? എവിടെ കൃത്യമായിട്ട് നിങ്ങൾ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടോ? ആരെ? ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് പകരം മലപ്പുറത്ത് കൊണ്ടുപോയി അവർ ഡംപ് ചെയ്യുവാണോ, അത് ഏതെങ്കിലും പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ടോ എന്ന് തീർച്ചയായിട്ടും നമ്മൾ അന്വേഷിക്കേണ്ട. നമ്മൾ കാശ് കൊടുക്കുന്നുണ്ട്. കേരളത്തിൽ എവിടെയെങ്കിലും ഡംപ് ചെയ്ത് അത് മൊത്തത്തിൽ നമ്മുടെ മലയാളി സമൂഹത്തിന് ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ, അത് ഉണ്ടാവാൻ നോക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. നിരവധിയായ നിർദ്ദേശം, ഒരു നഗരസഭയ്ക്ക് നടത്താൻ കഴിയാത്ത നിർദ്ദേശങ്ങൾ ഇവിടെ എഴുതി കൊടുത്തിട്ട് പോകുന്നതാണ് സാധാരണഗതിയിൽ കണ്ടുവരുന്നത്. തൃക്കാക്കരയെ സംബന്ധിച്ച് ആ നിലയ്ക്ക് ചർച്ച കൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല. ചർച്ച എപ്പോഴും പ്രായോഗികമായി നടപ്പാക്കാവുന്ന പദ്ധതികളാണ്. നമുക്കിവിടെ പ്രധാനമായി ഇപ്പോൾ MLA ഉദ്ഘാടനം ചെയ്ത് വേറെ തിരക്കുള്ളത് കൊണ്ട് പോയിട്ടുണ്ടാകാം. നമ്മുടെ പ്രധാനമായ 2 ഗതാഗത മാർഗങ്ങൾ, ഒന്ന് PK റോഡ്, ഇൻഫോ പാർക്ക് റോഡ്, സീപോർട്ട് എയർപോർട്ട് റോഡ്. ഇത് 3ഉം വാസ്തവത്തിൽ ഒരു നഗരസഭയുടെ പരിധിയിൽ വരുന്നതല്ല. PK റോഡ് ദേശീയ നിലവാരത്തിൽ നവീകരിക്കാവുന്ന റോഡാണ്. അതിന് ഫണ്ട് കിട്ടും. കാരണം ദേശീയ ടൂറിസത്തിൻ്റെ ഭാഗമാണ് വണ്ടർല. അതിൻ്റെ ഭാഗമായി പാലാരിവട്ടം മുതൽ പള്ളിക്കര വരെ ആ റോഡ് ഡെവലപ്പ് ചെയ്യണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹം ദേശീയ പാത അതോറിറ്റിയെ കൊണ്ട് എടുപ്പിക്കാൻ കഴിഞ്ഞാൽ ഒരു സുപ്രധാനമായ നാഴികക്കല്ല് നാം പിന്നിടും. 2ാമത്തെ റോഡ് നമ്മുടെ ഇൻഫോ പാർക്കുമായി ബന്ധപ്പെട്ടു. അബ്ദുക്കയുടെ വളരെ ശ്രദ്ധയോടുകൂടി ശ്രദ്ധിച്ചിരിക്കുകയാണ്. ഇൻഫോ പാർക്ക് റോഡും നഗരസഭ കൈകാര്യം ചെയ്യേണ്ട ഒരു റോഡല്ല. സംസ്ഥാന ഗവൺമെൻറ് ആ റോഡ് ഒരു 4 വരി ആക്കിയാൽ പോലും പറ്റാത്ത പരുവത്തിലാണ് ഇപ്പോൾ അവിടുത്തെ കിടപ്പ്. അപ്പം അത് ഡെവലപ്പ് ചെയ്യുന്നതിനാവശ്യമായ ഒരു സംവിധാനം ആ നിലയ്ക്ക്, അതുപോലെ തന്നെ പുക്കാട്ടുപടി ടോൾ റോഡും ഡെവലപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ സമാന്തര റോഡില്ലാതെ തന്നെ ഒരു പരിധി വരെ നമ്മുടെ പ്രശ്നത്തിന് പരിഹാരമാവും, ഗതാഗത പ്രശ്നം. ഇപ്പോൾ കുടിവെള്ളം നഗരസഭ വിചാരിച്ച ചെറിയ മൈക്രോ ലെവൽ കുടിവെള്ളം അതിൽ ഉണ്ടാക്കാൻ പറ്റും. എത്രമാത്രം പരിഹാരം ഉണ്ടാക്കാൻ കഴിയും? വലിയ പ്രോജക്റ്റാണ് നമുക്ക് വേണ്ടത്. ഡെയിലി കുടിവെള്ളം വേണമെന്ന് ആഗ്രഹമെന്ന് പറഞ്ഞാൽ പോലല്ലോ. എനിക്കും ആഗ്രഹം പ്രകടിപ്പിക്കാം. നേരത്തെ ചന്ദ്രബാബു ആഗ്രഹം പ്രകടിപ്പിച്ചു. അതിനാവശ്യമായ ടാങ്ക് വേണം, ആ ജലം ഇവിടെ എത്തുന്നതിനാവശ്യമായ സൗകര്യം വേണം, അത് വിതരണം ചെയ്യുന്നതിനാവശ്യമായ സൗകര്യം. കോടിക്കണക്കിന് രൂപയുടെ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ അതെല്ലാം സാധ്യമാവും. അത് അങ്ങനെ സാധ്യമാകണമെങ്കിൽ അതിന് കഴിയുന്ന രൂപത്തിലുള്ള ഇച്ഛാശക്തിയോടുകൂടിയുള്ള ഇടപെടലുകൾ. പലപ്പോഴും പല സെമിനാറിലും നമ്മൾ ശ്രദ്ധിക്കുന്നത് വലിയ നിർദ്ദേശമൊക്കെ തരും. ആ നിർദ്ദേശമൊക്കെ ക്രോഡീകരിച്ച് ഒരാൾ എഴുതി അവതരിപ്പിക്കും. അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു, പിന്നെ അടുത്തതാണ്. വാസ്തവത്തിൽ അതിനപ്പുറമായി തൃക്കാക്കരയിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും നഗരസഭയുടെയും ഈ പ്രദേശത്തെ വിദഗ്ധരായ നിരവധിയായ വ്യക്തിത്വം, ദിലീപ് സാർ ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തിത്വങ്ങളുണ്ട്. അവരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ആക്റ്റീവായി ഈ കാര്യത്തിൽ തൃക്കാക്കര മാറണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ആക്റ്റീവായി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് അതിലെല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഒരു നഗരസഭയുടെ തലയിൽ ഇതെല്ലാം കെട്ടിയിട്ടിട്ട് വന്ന് സംസാരിച്ചു പോകുന്നത് ഒട്ടും ഔചിത്യമുള്ള ഒന്നല്ല. ഇതെല്ലാവരും ചേരുമ്പോഴേ ഇത്തരം കാര്യത്തിന് പരിഹാരം ഉണ്ടാക്കാൻ കഴിയും. ആ കൂട്ടായ്മ നിർഭാഗ്യവശാൽ തൃക്കാക്കരയിലില്ല. ആ കൂട്ടായ്മ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. നമ്മുടെ നാട് മുന്നോട്ട് പോകണം. നമ്മളില്ലെങ്കിലും ഈ നാടുണ്ടാവും. നമ്മളുള്ളപ്പോൾ ഉള്ള പോലത്തെ നാട് പോരാ. ഞാനും അബ്ദുക്കൊക്കെ ചെറിയ വരുന്ന കാലത്ത് കല്ലുപാലത്തിൽ കൂടെ കയറി അക്കരയിട്ട് പൊക്കോളാൻ പറഞ്ഞത് ഇന്നത്തെ പിള്ളേർ ഞങ്ങളെ പിടിച്ച് കൈയിട്ടം പൊക്കും. ഇന്നത്തെ പിള്ളേർ കൈയിട്ടം പൊക്കും. അപ്പോൾ പഴയ കല്ലുപാലമല്ല, പഴയ കടത്തുവഞ്ചിയല്ല, പഴയ 10 അടി റോഡല്ല. 10 അടിയിൽ നിന്ന് 3 മീറ്റർ പോലും വേണ്ട, 2.40 മതി എന്നാണ് തർക്കിക്കണം. 2.40 8 അടിൻ്റെ വണ്ടി പോകില്ലെന്നാണ് ചോദ്യം. ഇന്ന് അതൊന്നും പോരാത്ത വണ്ണം അസാധ്യമായ വികസന സാധ്യതയാണ് നമുക്ക് മുന്നിലുള്ളത്. ആ സാധ്യതകളെ നമുക്ക് സമ്പുഷ്ടമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ബാധ്യതയുണ്ട്. ആ ബാധ്യത നിർവഹിക്കുന്ന ചടങ്ങ് കൂടിയാവണം ഈ സെമിനാർ എന്ന് സൂചിപ്പിച്ച്
ഏതെങ്കിലും ഒരു കാലത്ത് തൃക്കാക്കര സ്മാർട്ട് സിറ്റി പോലെയുള്ള ഇൻഫോ പാർക്ക് പോലെയുള്ള വ്യാവസായിക വാണിജ്യ മേഖലയിൽ നിന്ന് ഒരു മാസം ശമ്പളം മേടിക്കുന്ന 2 ലക്ഷം 3 ലക്ഷം ശമ്പളം മേടിക്കുന്ന ആളുകളുടെ 60% ചിലവാക്കുന്നത് ഈ നഗരസഭയ്ക്ക് പുറത്താണ് എന്നുള്ളതാണ്. ലുലു മാൾ പോലെയുള്ള അല്ലെങ്കിൽ ഒബ്രു മാൾ പോലെയുള്ള കളമശ്ശേരി മുനിസിപ്പാലിറ്റിയിലും കൊച്ചിൻ കോർപ്പറേഷനുമാണ്. ബഹുമാന്യായ MLA സൂചിപ്പിച്ചതുപോലെ തൃക്കാക്കര മുനിസിപ്പാലിറ്റി പരിസരത്ത് തന്നെ നമുക്ക് 17 ഏക്കറോളം വരുന്ന ഒരു സി ബ്ലോക്കായി മെട്രോയുടെ സ്ഥലമുണ്ട്. അതുമായി ജോയിൻറ്റ് വെഞ്ചർ ബിൽഡിംഗ് നിർമ്മാണം നടത്തിയാൽ ആയിരക്കണക്കിന് 10,000 ജീവനക്കാർക്ക് ജോലി ലഭിക്കുന്നു. ആ 100% ബിൽഡിങ്ങുകളുടെ ടാക്സ് നമുക്ക് ലഭിക്കുന്നു. അതിന് ലൈസൻസ് ഫീസ് നമുക്ക് ലഭിക്കുന്നു. ഭാവിയിൽ നെയ്റ്റ് ബാർ പോലെയുള്ള ഗെയിംസ് അതിൽ എല്ലാം XY എന്തിനും നഗരസഭ ഗുണപ്രദമായ ഭാവിയിലും ജനങ്ങൾക്ക് ഗുണപ്രദമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് ഒരു അടിത്തറയിടാൻ ഈ ഭരണസമിതിക്കും ഈ ചർച്ചയ്ക്കും സാധിക്കട്ടെ. നഗരസഭയിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന, അതായത് വീടുകളില്ലാതെ ഒരുപാട് നിരവധി ആളുകൾ ഇന്ന് വാടക കെട്ടിടത്തിലൊക്കെ താമസിക്കുന്നുണ്ട്. തൃക്കാക്കര നഗരസഭാ പരിധിയിൽ തന്നെ 23, 25, 22 വാർഡുകളിൽ കേരള സംസ്ഥാന ഹൗസിംഗ് ബോർഡിൻ്റെ ഏക്കർ കണക്കിന് ഭൂമി പല സ്വകാര്യ വ്യക്തികൾ കൈവശപ്പെടുത്തുകയും കൈവശപ്പെടുത്താതിരിക്കുന്ന ഭൂമികൾ അതിർത്തി തിരിക്കാതെ പല എന്താ പറഞ്ഞ പോലെ കാട് കയറി പാമ്പ് വിഷജന്തുക്കളൊക്കെ കയറി അന്യാധീനപ്പെട്ടു പോകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ ആ ഭൂമി സംസ്ഥാന സർക്കാരും കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡും കൂടി സംയുക്തമായിട്ട് ഒരു മേശപ്പുറത്തും ചർച്ച ചെയ്യുക. ഈ ഏക്കർ കണക്കിന് ഭൂമി വീടില്ലാത്തവർക്ക് ലൈഫ് പദ്ധതിയിൽപ്പെടുത്തി വീട് നിർമ്മിക്കാൻ വളരെയേറെ ഉപകരിക്കുന്നൊരു ഭൂമിയാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ ഭൂമിയില്ലാന്ന് പറഞ്ഞ് ഭൂമി കണ്ടെത്താനുള്ള ഓട്ടത്തിലാണ്. പക്ഷെ നമ്മുടെ മുന്നിൽ തന്നെ ഈ പറഞ്ഞ പോലെ ഭൂമി കിടന്നിട്ട് ഭൂമി കണ്ടെത്താതെ നടക്കുന്ന ഒരവസ്ഥ നിലവിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഭൂമി, ഏക്കർ കണക്കിന് ഭൂമി അവിടെ കിടക്കുന്നുണ്ട്. ആ ഭൂമിയിൽ ലൈഫ് പദ്ധതിക്ക് വേണ്ടി എടുക്കുകയാണെങ്കിൽ ആയിരക്കണക്കിന് പേർക്ക് ഇപ്പോൾ വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു കൊടുക്കാം. മറ്റൊരു വസ്തുതയുള്ളത്, ഇന്ന് തൃക്കാക്കര നഗരസഭാ പരിധിയിൽ വാടകയ്ക്ക് താമസിക്കുന്നവരെ എണ്ണം വർദ്ധിച്ചു വരുന്നുണ്ട്. ഈ വാടകയ്ക്ക് താമസിക്കുന്നതിലുള്ള പ്രധാനപ്പെട്ട ഒരു വിഷയം, വാടകയ്ക്ക് കൊടുക്കുന്ന ആ ഉടമസ്ഥന് പോലും അറിയാത്ത ഒരു അവസ്ഥയുണ്ട്. അവരാരൊക്കെയാണ് ആ വീടുകളിൽ താമസിക്കുന്നതെന്നൊരു രജിസ്റ്റർ അല്ലെങ്കിൽ ഒരു വാടക ചീട്ടിന്ന് പല കെട്ടിട ഉടമസ്ഥരെ കൈവശമില്ല. അപ്പോൾ അത് സൂക്ഷിക്കുകയാണെങ്കിൽ വാടകയ്ക്ക് കൊടുക്കുന്നതോടൊപ്പം തന്നെ തൃക്കാക്കര നഗരസഭയ്ക്ക് വലിയൊരു തുക ഈ വാടക ഇനത്തിൽ കൊമേഴ്ഷ്യൽ താരിഫ് പ്രകാരം കോടിക്കണക്കിന് രൂപ ഇന്നത്തെ സ്ഥിതി വെച്ച് കണക്കൂട്ടുകയാണ് ലഭിക്കും. അതും നഗരസഭ ഈ വാടക കിടക്കുന്ന ഒരു ലെഡ്ജർ ഉണ്ടാക്കുകയും അതോടൊപ്പം തന്നെ ഇന്ന് നമ്മുടെ തൃക്കാക്കര നഗരസഭയിലുള്ള ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട പ്രശ്നം മാലിന്യ സംസ്കരണമാണ്. ഇന്ന് വാടകയ്ക്ക് കൊടുക്കുന്നവർ അവർ മാലിന്യം സംസ്കരിക്കുന്നുള്ളൊരു തുക കെട്ടിട ഉടമസ്ഥ സ്വീകരിക്കാവുന്നതുകൊണ്ട് വെളുപ്പിനും പാതിരാത്രിയിലും ഈ മാലിന്യം റോഡുകളിൽ വലിച്ചെറിയുന്നൊരു സ്ഥിതി നിലവിലുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിശോധന നടത്തിക്കൊണ്ട് വാടക കൊടുത്തിരിക്കുന്ന കെട്ടിടത്തിൻ്റെ വാടക ചീട്ട് വെച്ചുകൊണ്ട് നഗരസഭയ്ക്ക് വലിയൊരു തുക ഈ ഇനത്തിൽ സ്വീകരിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ ഈ ലൈഫ് പദ്ധതി പ്രകാരമുള്ള കെട്ടിടം നിർമ്മിക്കുന്നതിനാണ് ഈ ഏക്കർ കണക്കിന് ഭൂമി കേരള സ്റ്റേറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ KSRTCയുടെ മറ്റു പല സർക്കാർ വകുപ്പുകളിലെ പല നമ്മുടെ തൃക്കാക്കര നഗരസഭാ പരിധിയിലും കിടക്കുന്നുണ്ട്. ഇതെല്ലാം പലരും കൈവശപ്പെടുത്തിയിരിക്കണം. ഇതെല്ലാം തിരിച്ചെടുത്തുകൊണ്ട് അതോടൊപ്പം പുറമ്പോക്ക് ഭൂമി 22-ാം ഡിവിഷനിലുണ്ട്, 23-ാം ഡിവിഷനിലുണ്ട്. ഇതൊക്കെ കണ്ടെത്തുകയാണ്. ഇപ്പോൾ നമ്മൾ നിലവിൽ ഇന്ന് 29ഓളം അംഗൻവാടികൾക്ക് സ്വന്തമായി ഭൂമിയില്ല. ഈ പുറമ്പോക്ക് ഭൂമി കണ്ടെത്തി അതാത് വാർഡുകളിൽ ആരോഗ്യ കേന്ദ്രവും അംഗൻവാടികളും നിർമ്മിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നഗരസഭയുടെ സംസ്ഥാന സർക്കാരിൻ്റെയും വാടക ഇനത്തിൽ ലക്ഷക്കണക്കിന് രൂപ കൊടുക്കുന്നുണ്ട്. അത് സംസ്ഥാനത്തിന് ഖജനാവിലേക്ക് മുതൽക്കൂട്ടുന്നതോടൊപ്പം സ്വന്തമായി അംഗൻവാടിയും ആരോഗ്യ കേന്ദ്രവും ഉണ്ടാവുകയാണെങ്കിൽ ആ പ്രദേശത്തുള്ള വയോമിത്രങ്ങൾക്ക് ഉൾപ്പെടെ അവർക്ക് ആരോഗ്യ രംഗത്ത് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ഇത്തരം സ്ഥാപനങ്ങൾ നിർമ്മിക്കുക വഴി കഴിയും. അപ്പോൾ അതിനെ നമ്മുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ വികസന സെമിനാർ ഓരോ വർഷവും വെറുതെ വികസന സെമിനാർ കൂടി ഊണ് കഴിച്ച് ചായ കുടിച്ച് പിരിയുന്നതല്ല, ക്രിയാത്മകമായി ഒരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കുകയാണ്. അത് നമ്മുടെ തൃക്കാക്കര നഗരസഭയ്ക്ക് വളരെയേറെ മുതൽക്കൂട്ടാവും. കാക്കനാടിലെ ഗതാഗതക്കുരുക്ക് ഇല്ലാതാകുന്നതിന് വേണ്ടി വളരെ അടിയന്തരമായിട്ട് ചെയ്യേണ്ടത് ഈ ഇടച്ചിറ മുതൽ കാക്കനാട് വരെയുള്ള റോഡ് 4 വരി പാതയാക്കണം. അത് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ കാളച്ചാലിൽ കാളച്ചാലത്തോട് കയ്യേറ്റം ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ആ കാളച്ചാലിന്റെ കയ്യേറ്റം അടിയന്തരമായിട്ട് അവസാനിപ്പിക്കുകയും അവിടെ നീരൊഴുക്ക് സുഗമമാക്കുകയും ചെയ്യണം. നമ്മൾ തൃക്കാക്കര പഞ്ചായത്തായിരിക്കുമ്പോൾ ഏതാണ്ട് 50,000 ജനസംഖ്യയാണ് അന്ന് കണക്ക് പ്രകാരം തൃക്കാക്കര പഞ്ചായത്തിലുള്ളത്.
ഇന്നത്തെ കണക്ക് വെച്ചുകൊണ്ട് ഏതാണ്ടും 1.5 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയും അതോടൊപ്പം തന്നെ വരുന്നു പോകുന്ന ആളുകളുടെ എണ്ണത്തിന് 5 ലക്ഷത്തിൽ കൂടുതലാണ്. ഈ എല്ലാം അതുപോലെ ഒട്ടനവധി ഫ്ലാറ്റ് സംശയങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 87-ൽ അന്ന് ഇവിടെ നിന്ന് ജയിച്ച വിശ്വനാഥ മേനോനാണ് ആ ടാങ്ക് ഇവിടെ ഒരുമുഖത്ത് പണത്. പക്ഷെ നമ്മുടെ ആവശ്യം, ഇത് രാഷ്ട്രീയം പറയല്ല, നമ്മുടെ ആവശ്യം ഇപ്പോൾ നല്ല കപ്പാസിറ്റിയുള്ളൊരു ടാങ്കാണ് പണത്. ഈ 4 ദിവസം കൂടുമ്പോഴെല്ലാം ഒന്നരാടമെങ്കിലും വെള്ളമെത്തിക്കാനുള്ള നടപടി ഈ വികസന സെമിനാറിൽ എല്ലാവരും ചർച്ച ചെയ്ത് അത് ആക്കണം. കുട്ടികൾക്ക് കുറച്ചുകൂടെ മാനസികമായിട്ട്, നമ്മൾ കുട്ടികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ അംഗൻവാടിയിലെ കുട്ടികളെ മാത്രം ആലോചിക്കരുത്. ഞാൻ പറഞ്ഞു, നമ്മുടെ അഡോളസെൻ്റ് ഉണ്ട്, അവർ വലിയൊരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അവരുടെ പോഷകം നമ്മളിപ്പോൾ ഓരോ പ്രോഗ്രാംസ് നടത്തുമ്പോൾ കാണാം, ഓരോ കുട്ടികളുടെ അനീമിയ സ്റ്റേജ് എന്ന് പറയുന്നത് 7ഉം 8ഉം ഒക്കെയാണ്. 12 ആണ് നമ്മുടെ അനീമിയ ഹീമോഗ്ലോബിൻ കൗണ്ട് വേണ്ടത്. നമ്മൾ വീട്ടിലും ഭക്ഷണം കൊടുക്കുന്നുണ്ട്, അംഗൻവാടിയിൽ നിന്ന് ഭക്ഷണം മേടിച്ചുകൊണ്ട് പോകുന്നുണ്ട്, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ടും കുഞ്ഞുങ്ങളുടെ പോഷക നിലവാരം നിൽക്കുന്നത് എവിടെയാണെന്നൊന്ന് ആലോചിക്കുക. ഈ വയോജനങ്ങളാണ് ശരിക്കും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസങ്ങൾ നേരിടുന്നത്. ആരോഗ്യ പ്രശ്നം, യാത്രാ പ്രശ്നം, താമസ സൗകര്യം, ഭക്ഷണം, അങ്ങനെ പറഞ്ഞാൽ ഓരോന്നായിട്ട് അങ്ങനെ പറഞ്ഞു പോകേണ്ടി വരും. അപ്പോൾ അതൊക്കെ നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അല്ലെങ്കിൽ പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളാണ്. അപ്പോൾ ഞാൻ ഈ വയോജനങ്ങളുടെ പ്രശ്നങ്ങളിൽ കുറച്ച് താല്പര്യം എടുക്കുന്ന ഒരാളാണ്. അതുപോലെ ഒരു സ്പോർട്സ് സെൻറ്റർ MLAയും നമ്മുടെ നേതൃത്വത്തിലുള്ള സർവകക്ഷി പ്രതിനിധികളുടെ യോഗമൊക്കെ വിളിച്ചു കൂട്ടി കാക്കനാട് ഒരു സ്പോർട്സ് സെൻറ്റർ ഇപ്പം നിലവിലുള്ള സംവിധാനം ഒന്നും കൂടി പരിപോഷിപ്പിച്ച് നല്ല രീതിയിൽ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നമ്മൾ നടത്തിയിട്ടുണ്ട്. പക്ഷെ അത് പകുതിക്ക് വെച്ച് എന്തോ ബ്രേക്കായിട്ട് നിൽക്കുകയാണ്. ആ ഇതും കൂടി സ്പോർട്സ് സെൻറ്റർ ചെറുപ്പക്കാരെയൊക്കെ ആകർഷിച്ച് നമുക്ക് തൃക്കാക്കരയിലെ ചെറുപ്പക്കാരാണ് കേരളത്തിലുള്ള അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള സ്പോർട്സ് രംഗത്തേക്ക് തിരിച്ചുവിടാനുള്ള ഒരു സംവിധാനം കൂടി ഈ സെമിനാറിൽ കൊണ്ടുവരണം. ഇവിടെ ജീവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ട്രാഫിക് പ്രശ്നങ്ങൾ വരികയാണ്. ഇപ്പോൾ തന്നെ സീപോർട്ട് എയർപോർട്ടിലൂടെ ഒന്ന് പുതുക്കിയപ്പോൾ തന്നെ സൈഡിലേക്ക് കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയാലും വേണ്ട 2-3 വണ്ടികൾ, ചെറിയ ചെറിയ വാഹനങ്ങളൊക്കെ താഴേക്ക് പോകുന്നിടത്ത് കയറ്റാൻ പറ്റുന്നില്ല. അല്ലാത്ത ഒരു ബുദ്ധിമുട്ട് പിടിച്ചൊരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അതിൽ എനിക്ക് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം പറയാനാണ്. ഭാരതമാതാ കോളേജ് വരെ 4 വരി വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. ഈ കളക്ട്രേറ്റ് വരെ 4 വരി പാതയാക്കുന്നതിനൊരു ശ്രമം നടത്തിയാൽ മതി. കളക്ട്രേറ്റ് മുതൽ 4 വരി പാത മെട്രോ വരുന്നതിൻ്റെ അനുസരിച്ച് നമ്മൾ അവിടം വരെ പോകും. അപ്പോൾ നമ്മുടെ ആ ഏരിയ കംപ്ലീറ്റ് ക്ലിയറായി പോകും. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് MLAയും കൂടി ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ട നഗരസഭാ ചെയർപേഴ്സൺ, പ്രതിപക്ഷ വടക്കുള്ള കൗൺസിലർമാരെല്ലാം ചേർന്ന്, വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരെല്ലാം ചേർന്ന് ആലോചിച്ചിട്ട് ഒന്നെങ്കിൽ നഗരസഭയിൽ വെച്ച് കളക്ടറെ കൊണ്ടുവന്ന് യോഗം നടത്തുക, ഈ പറഞ്ഞ ആളുകളെയും കൊടുക്കുക, അവിടെ ഒരു തീരുമാനം എല്ലാം നടക്കും. അപ്പൊ അത് സ്ഥലം കിടക്കുന്ന സ്ഥലം ഇനിയിപ്പം അതിന് നിസ്സാര ചെലവുകൾ വരുന്നുള്ളൂ എന്നുള്ളതാണ്. സ്ഥലം ഏറ്റെടുക്കണ്ട, ഓൾറെഡി ഏറ്റെടുത്ത സ്ഥലമാണ്. അത് എന്തുകൊണ്ട് ഇങ്ങനെ നമ്മുടെ ചങ്കിൽ ഇത് നിൽക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് ഈ ഒരു കാര്യത്തിൽ ചോദിക്കാനുള്ള അവകാശമാണ്. അതുകൊണ്ട് ഞാൻ പറയുക വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. പെരിയാർ വാലി കനാലിലൂടെ തൃക്കാക്കരയുടെ വിവിധ പ്രദേശങ്ങളിലെ പാറമടങ്ങിൽ നിന്ന് വെള്ളം ശേഖരിച്ച് ശുദ്ധീകരിച്ച് മിനറൽ വാട്ടർ സംവിധാനം തുടങ്ങാവുന്നതാണ്. പുഴകളും തോടുകളും സമയബന്ധിതമായി ശുദ്ധീകരിക്കുക. പുഴകളുടെയും തോടുകളുടെയും റോഡുകളുടെയും മാർക്കറ്റുകളുടെയും ഇലക്ട്രിസിറ്റി, വാട്ടർ, അതൊക്കെ അങ്ങനെ റെയിൽവേ സംവിധാനങ്ങൾ, സെന്ററിന് മുമ്പിൽ നിന്ന് പ്രദർശിപ്പിച്ചാൽ ഇന്ന കാരണത്താലാണ് ഇത്. നമ്മളറിയില്ല, അതിനുള്ളിൽ ആൾക്കാരുണ്ട്, പക്ഷെ തുറക്കണില്ല. അപ്പം അതുകൊണ്ട് പ്രവൃത്തി സമയം ഒന്ന് എഴുതി പ്രദർശിപ്പിക്കണം. അവിടെ തൃക്കാക്കരയിൽ മെട്രോ വർക്ക് ആരംഭിച്ചു കഴിഞ്ഞു. ഈ മെട്രോ ആരംഭിച്ചു കഴിയുമ്പോൾ നിലവിലെ കുരുക്കുകൾ കൂടാൻ സാധ്യതയുണ്ട്. അതിൻ്റെ പേരിൽ തന്നെ ചെറിയ റോഡുകളെല്ലാം വികസിപ്പിച്ച് അതിൻ്റെ ടാറിങ് പൂർത്തീകരിച്ച് വീതി ഒരല്പം കൂടി വർദ്ധിപ്പിച്ച് എല്ലാ സ്ഥലങ്ങളിലേക്കും സ്ഥലനാമ ബോർഡുകൾ സ്ഥാപിച്ച് ഏത് റോഡിലൂടെ പോയാലും അത് പ്രധാന റോഡിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സൂചികാ ബോർഡുകൾ സ്ഥാപിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈച്ചമുക്ക് ജംഗ്ഷനിലെ അതുപോലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കുന്നതിന് വേണ്ടി അവിടെ അണ്ടർപാസ് അടക്കമുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. വർഷങ്ങളായിട്ട് ഇത് പറയുകയല്ലാതെ ഒരു നടപടിയും ആരുടെ ഭാഗത്തുനിന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. വികസന സെമിനാറിന്റെ ഭാഗമായി നീർത്തട പരിപാലനവും കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ചർച്ച നടക്കുന്ന ഗ്രൂപ്പാണിത്. തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിൽ ഒരുപാട് തരിശ് ഭൂമികൾ കാട് പിടിച്ചും മറ്റും കിടക്കുന്നുണ്ട്.
അത് ഈ വസ്തു ഉടമകൾ ഇവിടെ ഇല്ലാത്ത ആളുകളുണ്ട്, സമീപത്തുള്ള ആളുകളുണ്ട്. ആ ഭൂമികളെല്ലാം ആ വസ്തു ഉടമകളുടെ തന്നെ അനുവാദത്തോടു കൂടി കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരുപാട് യുവജനങ്ങളും കൃഷിയോട് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരുപാട് ആളുകൾ നമ്മളുടെ പ്രദേശത്തുണ്ട്. അപ്പോൾ അവരുടെ കൺസെൻറ്റോട് കൂടി തന്നെ ഈ പ്രദേശത്ത് ഈ തമിഴ്നാട്ടിൽ നിന്ന് കയറി വരുന്ന പച്ചക്കറി അല്ലാതെ തന്നെ നമ്മളുടെ മുനിസിപ്പാലിറ്റി കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കുന്ന രീതിയിലേക്ക് അവനവൻ്റെ വീട്ടിലേക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ അവനവൻ്റെ വീട്ടിൽ തന്നെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു തീരുമാനം ഓരോ കുടുംബങ്ങളും ഏറ്റെടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ കയറ്റി വരുന്ന തമിഴ്നാട്ടുകാരൻ്റെ പച്ചക്കറി വേണ്ടാതെ തന്നെ നമുക്ക് ഏറ്റവും ആരോഗ്യമുള്ള ജനതയായിട്ട് ഈ തൃക്കാക്കര മുനിസിപ്പാലിറ്റി നിവാസികൾക്ക് മാറാൻ സാധിക്കും. ഞങ്ങൾ ഈ വികസന സെമിനാറിൽ ഇതാണ് കൃത്യമായി മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ ഫലവൃക്ഷ തൈകളും നമുക്ക് ആവശ്യമുള്ള പഴവർഗ്ഗങ്ങളും എല്ലാം നമുക്കിവിടെ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ഇതാണ് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. കുറ്റി കുരുമുളകിനെ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിൽ വിവിധ പദ്ധതികളുണ്ട്. പെരിയാർ വാലി കനാലിൽ വെള്ളം ഇപ്പോൾ വരുന്നതിൽ വളരെ കുറവുണ്ട്. ഇപ്പോൾ പെരിയാർ വാലി കനാലിൽ ഇപ്പോൾ വേനൽക്കാലമായിട്ടുണ്ട്. അതിൻ്റെ പമ്പിങ് ഉടൻ തന്നെ ആരംഭിക്കാൻ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിനും കൂടി ഞങ്ങൾ ഈ വികസന സെമിനാർ ആവശ്യപ്പെടുകയാണ്. അതുപോലെ പല പ്രദേശത്തും കൃഷി ചെയ്യാത്ത നെൽപ്പാടങ്ങൾ ഒരുപാട് കിടക്കുന്നുണ്ട്. ആ കൃഷി ചെയ്യാൻ താല്പര്യമുള്ള ഒരു കൂട്ടം ഇപ്പോൾ നമ്മളുടെ വികസന സെമിനാറിന്റെ ഭാഗമായി ഇവിടെ ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട്. കുടിവെള്ളത്തിൻ്റെ ഒരു ഗ്രൂപ്പിലായിരുന്നു, ചെയർമാനാണ് ഞാൻ. അത് കുടിവെള്ളവുമായി ബന്ധപ്പെട്ട് തൃക്കാക്കര നഗരസഭയിൽ പുതിയ പദ്ധതികൾ നടപ്പിലാക്കുവാൻ വേണ്ടി കുറേ നിർദ്ദേശങ്ങൾ വരികയുണ്ടായി. അതിൽ പ്രധാനപ്പെട്ട നിർദ്ദേശം ഒന്ന്, വാട്ടർ അതോറിറ്റിയുടെ വോളിമോളിലുള്ള സ്ഥലത്ത് വാട്ടർ ടാങ്ക് സ്ഥാപിച്ച് അവിടെ കുടിവെള്ളം വിതരണത്തിനുള്ള സംവിധാനം ഏർപ്പെടുത്താനായിട്ടാണ് ഏറ്റവും കൂടുതലായിട്ട് ചർച്ച വന്നിരിക്കുന്നത്. നാട്ടിലെ കുടിവെള്ള പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഓരോ വാർഡുകളിലും ബോർവെല്ലുകൾ സ്ഥാപിച്ച് ഓവർഹെഡ് ടാങ്ക് സ്ഥാപിച്ച് കുടിവെള്ളം വിതരണം ചെയ്യാനും, പിന്നെ നിലവിലുള്ള AC പൈപ്പുകൾ മാറ്റി പുതിയ DI പൈപ്പ് ആക്കി വാട്ടർ അതോറിറ്റിനെ കൊണ്ട് ചെയ്യിച്ച് അതും നമ്മുടെ ഇന്നത്തെ പ്രഷർ സംവിധാനത്തിൽ വരുന്ന മാറ്റം വരുത്തി വെള്ളത്തിന് കുറേ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് പലരും ചർച്ചയിൽ പങ്കെടുക്കുകയുണ്ടായി. കൂടാതെ നമ്മുടെ കുടിവെള്ളവുമായിട്ടുള്ള പദ്ധതികളിൽ പൊതു കിണറുകൾ, പൊതു കുളങ്ങൾ, മറ്റുള്ള എല്ലാം ശുചീകരിച്ച് വൃത്തിയാക്കി നാടിനെ മാലിന്യമുക്തമാക്കുന്ന ഒരു വിഷയവും കൂടി ഇതിൽ ചർച്ചയുണ്ടായിട്ടുണ്ട്. നമ്മുടെ ഇന്നത്തെ വികസന സെമിനാർ വളരെ പോസിറ്റീവായുള്ള ചർച്ചകളാണ് നടന്നത്. വളരെ പ്രധാനപ്പെട്ട ആശയങ്ങൾ ഉന്നയിക്കുകയും എല്ലാം തന്നെ നടപ്പിലാക്കാനുള്ള പദ്ധതികൾ നമ്മൾ രൂപീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വളരെ നല്ല രീതിയിലുള്ളൊരു വികസന സെമിനാറാണ് ഇന്നിവിടെ നടത്തപ്പെട്ടിട്ടുള്ളത്. കൽക്കേരി പാലം മുതൽ നടപടിയോട് ജംഗ്ഷൻ വഴി ബൈപ്പാസിലേക്ക് പോകുന്ന വഴി ഇടുങ്ങിയതായതിനാൽ വീതി കിട്ടുവാൻ സാധിക്കാത്തതിനാൽ നടക്കുന്നതിനായിട്ട് ഈ ഭാഗത്ത് ഫ്ലൈ ഓവർ സ്ഥാപിക്കുക. പെരിയാർ വാലി കനാലിൽ അഴുക്കിടുന്നതിന് തടയുവാൻ ഇരുവശവും ഫെൻസിംഗ് സ്ഥാപിക്കുക. കച്ചവട സ്ഥാപനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള പെർമിറ്റ് പ്രകാരമുള്ള നിലനിർത്തി അനധികൃതമായി കൂട്ടിച്ചേർത്ത് നീക്കം ചെയ്യുകയും റോഡ് സൈഡിൽ അനധികൃത പാർക്കിംഗ് നിർവഹിക്കുകയും ചെയ്യുക. ഇത്തരം നിർദ്ദേശങ്ങളാണ് ഈ കൊണ്ടിരിക്കുന്ന നമ്മുടെ വർക്കിംഗ് ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത്. എല്ലാ അംഗീകരിച്ച് തീരുമാനമാകുന്നു.